ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 15 അപ്പോൾ ഈ ഒരാഴ്ച, അതായത് രണ്ടാമത്തെ ആഴ്ചയും നമ്മുടെ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ആഴ്ചയും ഈ ഒരു ഡേയിലൂടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലേക്കും ഓയിലിട്ട് കൊടുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരാഴ്ചയിൽ ആദ്യത്തെ ഒരു ഹെയർ പാക്ക് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള 2 ഹെയർ പാക്കുകൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കൂടാതെ ഇടവിട്ടുള്ള ദിവസങ്ങളിലും ഒരു ദിവസങ്ങളിലും ഒന്നും ഹെയർ കെയറിങ് കാര്യങ്ങൾ ഒട്ടും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടില്ല. സ്കാൽപ്പിലും സ്കാൽപ്പിലേക്കും മുടിയിലേക്കും ഒട്ടും ഓയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ജടകെട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ മുടി കെട്ടിവെക്കാനായിട്ട് ഈ ഒരാഴ്ചയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മുടി നിറച്ചും ജടയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജട കളയുന്നതിന് മുന്നേ ആയിട്ട് മുടിയിൽ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടി ഇങ്ങനെ ജടയൊക്കെ പിടിച്ച് നിങ്ങൾ കുറേ ദിവസം ശ്രദ്ധിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആദ്യം പാത്രത്തിൽ എണ്ണ എടുക്കുക, നന്നായിട്ട് ഓയിലിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ തുമ്പുകളിലേക്കൊക്കെ നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ജടയൊക്കെ വേറെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് ആദ്യം ജട കളയുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് ഓയിലിട്ട് കൊടുത്തിട്ട് ജട കളയാൻ നോക്കിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ദിവസം നന്നായിട്ട് ഓയിൽ എടുക്കണം. അതായത് തലകുളിർക്ക് എണ്ണ തേക്കുന്ന പോലെ നന്നായിട്ട് ഓയിൽ എടുത്തിട്ടാണ് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചലഞ്ച് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഈ ഒരാഴ്ചത്തെ ഹെയർ ഫോൾ എന്ന് പറയുന്നത് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അവസാനം കാണിക്കാം എത്രത്തോളം ഈ ഒരു ഡേയിൽ എൻ്റെ മുടി കൊഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിന് മുന്നത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ മുടി ചീകിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജട കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഹെയർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതും ഞാൻ ആ ഒരു ടൈമിൽ നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ദിവസത്തെ എത്രമാത്രം മുടി കൊഴിഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ തുമ്പിലേക്ക് നല്ലോണം ജടയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം ഹെയർ കെയർ ചെയ്യുമ്പോഴും തുമ്പിലേക്കും സ്കാൽപ്പിലേക്കും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ എൻ്റെ മുടിയിൽ എണ്ണ തേച്ച് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ആൾ എണീറ്റു കേട്ടോ. അപ്പോൾ ആൾ അവിടെ കട്ടിലേക്ക് കിടന്നിട്ട് എണീറ്റിട്ട് തലപ്പൊക്കി എന്നെ നോക്കുന്നുണ്ട്. അമ്മ എന്താണ് ഇവിടെ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാനവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയാണ് ആളുടെ നോട്ടം. അത് കഴിഞ്ഞിപ്പം എഴഞ്ഞെഴഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് തീരെ ഉറക്കമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉറക്കി കിടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം തന്നെ എണീക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങും. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നിട്ട് അവസാനം ആൾക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പം കരച്ചിലും ബഹളമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ മുടി നന്നായിട്ട് പോയി കേട്ടോ. കാരണം ഒരാഴ്ച കെട്ടൊന്നും കളയാണ്ട് ഇരുന്നുകൊണ്ട് തന്നെ മുടിയിൽ ചീകാണ്ടിരുന്നുകൊണ്ട് തന്നെ നല്ലോണം മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ അവസാനം കുഞ്ഞിപ്പെണ്ണിനെ എടുത്തു. അപ്പോൾ അവൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതിലാണ് കേട്ടോ. ഉറക്കം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഒരുമാതിരിയാണ്. അപ്പോൾ ഉറക്കം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ ഒരുമാതിരി വല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ കുറച്ച് നേരം കളിപ്പിച്ച ശേഷം ഞാൻ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് അവളെ വീണ്ടും അവിടെ കിടത്തി. അതിന് ശേഷം വീണ്ടും മുടിയിൽ ആ ഒരു ജടയൊക്കെ കളയാണ് കേട്ടോ. ചീപ്പ് കൊണ്ട് നന്നായിട്ട് ജടയൊക്കെ കളയാണ്.
അപ്പം നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുടി നന്നായിട്ട് കെട്ടിവെക്കുക. ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്തിട്ട് കെട്ടിവെക്കുക. അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. സമയം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ടൈമിൽ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇന്ന് നമ്മൾ ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ടാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്. നന്നായിട്ട് സ്കാൽപ്പും മുടിയൊക്കെ ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ ആ ഒരു ഇതിന് മുൻപായിട്ട് നമ്മുടെ മുടീനെ ഈ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ബാലൻസോ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിനെ ക്ലീൻ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇത്രത്തോളം മുടി കൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെയർ കെയറിങ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഹെയർ ഫോളിലേക്ക് എത്തിയിട്ടോ, ഒറ്റ ഒരു ആഴ്ച കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടി കെട്ടിവയ്ക്കാം. എന്നിട്ട് ഷാമ്പൂ ഇട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം നാളത്തെ ദിവസം ഒന്നുമില്ല, മുടി സാധാ പോലെ ഓയിലിടുക, വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ